പോലീസ് പട്രോളിന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ പോലീസിന് ശബ്ദ സന്ദേശം അയച്ച് വീട്ടമ്മ ജീവനൊടുക്കി. ഉള്ളൂർ സ്വദേശി വിജയകുമാരിയാണ് തൂങ്ങി മരിച്ചത്. സമീപത്തെ ക്ഷേത്ര ഭാരവാഹികളുമായി ഇവർക്ക് വഴിത്തർക്കമുണ്ടായിരുന്നു. ആ ക്ഷേത്ര ഭാരവാഹികളുടെ പേരെഴുതി വെച്ച ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മരണത്തിന് ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയാൽ മതി. എനിക്കല്ല, ഞാൻ എന്തോന്ന് പറയാ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ എന്തോന്ന് പറയട്ടെ, എനിക്കൊന്നും പറയാൻ എനിക്ക് തോന്നണില്ല. ചെറുവയ്ക്കൽ ശിവശക്തി നഗറിലെ വീടിന്റെ പിന്നിൽ സൺഷെയ്ഡിലാണ് കഴിഞ്ഞ ശനിയാഴ്ച വിജയകുമാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് CIക്കായി ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്തതും വിജയകുമാരിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എനിക്കൊരു മകളേ ഉള്ളൂ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇതുവരെ ജീവിക്കുന്നത്. ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിക്ക് ആരുമില്ലാതെ എവരെ വെറുതെ എവിടെ നിന്നാണ്, ഇവര് വെറുതെ എവിടെ സുജാതയുടെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. ആ സ്ത്രീയാണ് ഞാൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് നടക്കുന്ന ആള് അശോകൻ. എന്നോട് ക്ഷമിക്കണേ സാറേ, ഞാനിത് റെക്കോർഡ് ചെയ്ത് വയ്ക്കണത് ഞങ്ങൾക്ക് ആരുമില്ല. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലും മരണത്തിന് കാരണക്കാരുടെ പേരുകൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കുന്നം ശിവക്ഷേത്ര ഭാരവാഹികളുമായി ഇവർക്ക് വർഷങ്ങളായി വഴിത്തർക്കമുണ്ട്. ഇതിന്റെ പേരിൽ ഉപദേശക സമിതി പ്രസിഡന്റ് നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നാരോപിച്ച് വിജയകുമാരി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. എന്തിന് നമ്മളെ കല്ല് പുഴുതെന്ന് ചോദിച്ചതിനാണ് മൺവട്ടി എടുത്തിട്ട് തലയിലടിക്കാൻ നോക്കിയതാണ്. ഇവിടെ പരിക്കേറ്റ് അമ്മ തലപൊട്ടി വരെയും ഒരുപാട് എൻ്റെ അമ്മ അവിടെ ഇട്ട് അടിച്ചുരുട്ടി അവിടെ ഇട്ട്. അത് വേദനയും കൊണ്ട് നമ്മൾ ശബ്ദം പോലും കേട്ടില്ല. നമ്മളിവിടെ താഴെ നിൽക്കുകയായിരുന്നു. അമ്മ തലപൊട്ടി വന്നപ്പോഴാണ് കണ്ടത്. കുടുംബത്തിന് നേരെയും വധഭീഷണി മുഴക്കിയതായി ആരോപണമുണ്ട്. ഈ അശോകന്, ഈ ലീലയും, ഈ ഹരികുമാറിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു വാടകക്കാരിയുണ്ട്. എയർഫോഴ്സിൽ ക്ലീനിങ് ജോലി ചെയ്യുന്നതാണ്. എല്ലാവരും കൂടെ ചേർന്നാണ് ഈ സുജാതയും കൂടെ ഞങ്ങളെ കുടുംബം വരെ, എന്റെ കുടുംബം വരെ തൊലച്ചു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ തുറന്നു പറയണേ. എന്ത് മർദ്ദിച്ചതിനു ശേഷവും ഭീഷണിയുണ്ടായി. ഇത്രയും സംഭവിച്ചിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ മറ്റു നടപടികൾ ഒന്നും ഉണ്ടായില്ല. പ്രതികൾ വീണ്ടും തങ്ങളുടെ വീടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും വിജയകുമാരിയുടെ ബന്ധുക്കൾ പറയുന്നു. ഇതോടെയാണ് വിജയകുമാരി ആത്മഹത്യ ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആത്മഹത്യ നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണം ഇഴയുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.